വെൽക്കം ബാക്ക് ടു DK4 റിവ്യൂ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ആപ്പിളിന്റെ കഴിഞ്ഞ ദിവസത്തെ സെപ്റ്റംബർ ഇവന്റിന്റെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഐഫോൺ സീരീസ് ആണ്. ഐഫോൺ 17 സീരീസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഐഫോൺ 17 ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഐഫോൺ 17ന്റെ പുറമെ നമുക്ക് നോക്കുമ്പോൾ അധികം വലിയ വ്യത്യാസവും ഒന്നുമില്ല. ജസ്റ്റ് പണ്ടത്തെ ഐഫോൺ 16 എങ്ങനെയാണോ കുറച്ച് ന്യൂ കളേഴ്സ് മാത്രം അവർ ആഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഐഫോൺ 16 അവർ തുടക്കം കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അകത്തേക്ക് അവർ പുതിയൊരു ചിപ്പായിട്ടുള്ള A19 ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ A19 ചിപ്പ് കൂടാതെ തന്നെ 120 ഹെർട്സിന്റെ പ്രോ മോഷൻ ഡിസ്പ്ലേ ആണ് ആപ്പിൾ ഇത്തവണ ഐഫോൺ 17ലേക്ക് ആപ്പിൾ നൽകിയിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ 3000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നെസ്സും ആപ്പിൾ നൽകിയിരിക്കുകയാണ്. കുറച്ചും കൂടി സ്ലിം ആക്കിയിട്ടുള്ള ബെസൽസും കൂടിയാണ് ആപ്പിൾ ഇത്തവണ നൽകിയിരിക്കുന്നത് മുമ്പത്തേക്കാൾ അപേക്ഷിക്കുമ്പോൾ. പിന്നെ സ്ക്രീൻ സൈസ് ഇത്തവണ വലുപ്പം കൂടാനും ആപ്പിളിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തരം പുതിയ കളേഴ്സും അല്ലാണ്ട് പിന്നെ വലിയ അധികം വ്യത്യാസമില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ 18 മെഗാ പിക്സലിന്റെ ഒരു സെൻട്രൽ സ്റ്റേജ് ക്യാമറയാണ് ആപ്പിൾ നൽകിയിരിക്കുന്നത്. നമുക്ക് നല്ല രീതിയിലൊരു ഫോട്ടോ സ്റ്റെബിലൈസേഷനും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആപ്പിൾ നൽകിയിരിക്കുന്ന പുതിയ ഒരു രീതിയിലെ ഫോട്ടോഗ്രാഫിയാണ് നമ്മൾക്ക് 18 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറ നൽകിയിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡത്തെ രണ്ട് ഡ്യുവൽ ക്യാമറയിൽ 48 മെഗാ പിക്സലിന്റെ ഫ്യൂഷൻ ക്യാമറ ആയിട്ടാണ് ആപ്പിൾ നൽകിയിരിക്കുന്നത്. ഈ ഫ്യൂഷൻ ക്യാമറ ഒന്ന് അൾട്രാ വൈഡും പിന്നെ ഒന്ന് 1x ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് ആയിട്ട് ആപ്പിൾ നൽകിയിരിക്കുന്നത്. ഇനി ആപ്പിളിന്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ഐഫോൺ 17 എയർ, ദ തിന്നസ്റ്റ് പ്രൊഡക്റ്റ് എവർ ആപ്പിൾ മെയ്ഡ് എന്നാണ് അവർ തന്നെ വിളിക്കുന്നത്. ഐഫോൺ 17 എയറിനേക്കാൾ മുമ്പ് ഐപാഡ് ആയിരുന്നു അവരെ ഏറ്റവും തിന്നസ്റ്റ് പ്രൊഡക്റ്റ്. ഐപാഡ് M4 Pro ആയിരുന്നു അവരുടെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ളത്. ഇത്തവണ ഐഫോൺ എയർ ആണ് അതിലേക്ക് വന്നിരിക്കുന്നത്. 5.6 മില്ലിമീറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിന്നായിട്ടുള്ള ബോഡിയാണ് ആപ്പിൾ നൽകിയിരിക്കുന്നത്. ഒരു അലുമിനിയം ബോഡി തന്നെയാണ് ആപ്പിൾ നൽകിയിരിക്കുകയാണ് ഈ ഒരു ഫോണിൽ വെച്ചിരിക്കുന്നത്. ഈ ഫോണിന്റെ ഏറ്റവും വലിയ ഫീച്ചറായിട്ട് തന്നെ ആപ്പിൾ പറഞ്ഞിട്ടുള്ളത് അതിന്റെ തിന്നായിട്ട് ബോഡി തന്നെയാണ്. അലുമിനിയം ബോഡി തന്നെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ഫ്രണ്ട് ക്യാമറ 80 മെഗാ പിക്സലിന്റെ സെയിം ഐഫോൺ 17 അതേ ക്യാമറ തന്നെയാണ്. ബാക്ക് ക്യാമറ ഒരു ക്യാമറ ഉള്ളൂ, 48 മെഗാ പിക്സലിന്റെ ഒരു ഫ്യൂഷൻ ക്യാമറ. അതാണ് ബാക്ക് ക്യാമറ. ഒറ്റ ലെൻസ് വെച്ചിട്ടുള്ള ഒരു ക്യാമറയാണ്. അതിലേക്ക് കൂടുതലും ഒരു ക്യാമറ ബമ്പ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറ ബമ്പിൻ്റെ അകത്തേക്കായിരിക്കും ഈ പ്രോസസ്സറും കുറച്ചുകൂടി കമ്പോണൻസ് ആഡ് ചെയ്തിട്ടുള്ള. ബാക്കിയുള്ള ഫുൾ സ്പേസ് ബാറ്ററി കൊടുക്കാനാണ് ആപ്പിൾ ഉപയോഗിച്ചിരിക്കുന്നതാണെന്നാണ് ആപ്പിൾ പറയുന്നത്. പിന്നെ എല്ലാ രാജ്യങ്ങളിലും ഈ മോഡൽ eSIM ആയിരിക്കും. അതിന്റെ 3 ക്യാമറകളിലും 48 മെഗാ പിക്സൽ ബാക്ക് ക്യാമറ നൽകിയിരിക്കുകയാണ്. 80 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ തന്നെയാണ് ആപ്പിൾ നൽകിയിരിക്കുന്നത്. സെയിം ആസ് ദി ഐഫോൺ 17 എയറിന്റെ അതൊക്കെ തന്നെ 48 മെഗാ പിക്സലിന്റെ ക്യാമറയും പിന്നെ ഒരു 8x ടെലിഫോട്ടോ ലെൻസും കൂടി ആപ്പിൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ 8x ടെലിഫോട്ടോ ലെൻസും ഒരു ഫ്യൂഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. 4x ടെലിഫോട്ടോ ലെൻസ് ആണ് ആപ്പിൾ ഉപയോഗിക്കുന്നത്. പക്ഷേ 8xലേക്ക് ഒപ്റ്റിക്കൽ സൂം ആയിട്ട് ആപ്പിളിന് എത്തിക്കുന്നുണ്ട്. വളരെ ക്ലാരിറ്റിയോടെ തന്നെ 12 മെഗാ പിക്സൽ വെച്ചിട്ട് 8x ഷൂട്ട് ചെയ്യാൻ ആപ്പിളിന്റെ ഐഫോൺ 17 പ്രോന് കഴിയുന്നുണ്ട്. കുറച്ചും കൂടി റിയലിസ്റ്റിക് രീതിയിലുള്ള കുറച്ചും കൂടി ഇതാണ് ആപ്പിൾ നൽകിയിരിക്കുന്നത്. പിന്നീട് ആപ്പിളിന്റെ ഏറ്റവും കൂടുതൽ ഹീറ്റിംഗ് ഇഷ്യൂ കുറയ്ക്കാൻ വേണ്ടി അവർ ടൈറ്റാനിയത്തിൽ നിന്ന് അലുമിനിയത്തിലേക്ക് ആപ്പിൾ തിരിച്ചു വന്നിരിക്കുകയാണ്.
ടൈറ്റാനിയത്തിൽ നിന്ന് അലുമിനിയത്തേക്ക് വന്നത് തന്നെ അവരുടെ ഹീറ്റിംഗ് ഇഷ്യൂ കുറയ്ക്കാനും പിന്നെ അതുകൂടാതെ തന്നെ ഒരു പുതിയ കൂളിംഗ് സിസ്റ്റം ആപ്പിൾ അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. ഈ കൂളിംഗ് സിസ്റ്റത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഐഫോണിനെ കുറച്ചും കൂടി വാം ആക്കാനും പറ്റുന്നതാണ്. ഈ ഫോണുകളിലേക്ക് ഒരു പുതിയ ചിപ്പായിട്ടുള്ള A19 Pro ചിപ്പാണ് ആപ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ A19 Pro ചിപ്പ് തന്നെയാണ് ഐഫോൺ 17 എയർ, 17 Pro മാക്സിലേക്ക് വരുന്നത്. ഐഫോൺ എയറിലേക്ക് വരുമ്പോൾ ഒരു കോർ GPU കുറവായിരിക്കും എന്നാണ് ആപ്പിളിന്റെ അതിലേക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം സെയിം തന്നെ, പക്ഷെ ഒരു പ്രോ ചിപ്പ് തന്നെയാണ് എയറിൽ കൊടുത്തെങ്കിൽ പോലും കുറച്ചും കൂടി പ്രോ മാക്സിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി GPU കൂടിയിട്ടുള്ള ചിപ്പ് തന്നെയാണ് ആപ്പിൾ നൽകിയിരിക്കുന്നത്. പിന്നീട് ഇതാണ് ഐഫോൺ 17 സീരീസിന്റെ ലൈനപ്പ് വരുന്നത്. അടുത്തത് ആപ്പിൾ വാച്ചിലേക്ക് വരികയാണെങ്കിൽ ആപ്പിൾ വാച്ച് അൾട്രാ 3 ആപ്പിൾ ലോഞ്ച് ചെയ്തിരുന്നു. ആപ്പിൾ വാച്ച് അൾട്രാ 3ന്റെ മെയിൻ ഫീച്ചർ ആയിട്ട് വരുന്നത് തന്നെ അതിന്റെ തിന്നായിട്ടുള്ള ബെസൽസും 5G കണക്ടിവിറ്റിയും കുറച്ച് സെൻസേഴ്സും ബാറ്ററി ലൈഫും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ആപ്പിൾ വാച്ച് 11ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സെൻസേഴ്സ് തന്നെ പിന്നെ കുറച്ച് 24 hours ബാറ്ററി കിട്ടുമെന്ന് ആപ്പിൾ പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കുറേ കളർ സ്ട്രാപ്പുകൾ പിന്നെ നല്ല ക്വാളിറ്റി ബോഡിയൊക്കെയാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ക്രീനൊക്കെ കൊടുത്തിരിക്കുകയാണ് ആപ്പിൾ. പിന്നെ അതുകൂടാതെ തന്നെ 5G കണക്ടിവിറ്റി, S10 ചിപ്പ് ഇതെല്ലാമാണ് നൽകിയിരിക്കുന്നത്. ആപ്പിൾ വാച്ച് SE3യിലേക്ക് വരുമ്പോഴാണ് ആപ്പിൾ വാച്ച് SE3യിൽ അലുമിനിയം ബോഡിയും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, സ്ലീപ്പ് കൗണ്ടിങ് എല്ലാ തരത്തിലുള്ള കുറച്ചും കൂടി സെൻസേഴ്സ് അപ്ഗ്രേഡും കൂടി ആപ്പിൾ അവരുടെ S10 ചിപ്പും കൂടി ആപ്പിൾ വാച്ച് സീരീസ് SE3യിലേക്ക് നൽകിയിരിക്കുകയാണ്. പിന്നീട് അതിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതൊക്കെയാണ് ആപ്പിൾ വാച്ചിന്റെ ലൈനപ്പ് വരുന്നത്. പിന്നീട് അവർ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആപ്പിളിന്റെ എയർപോഡ്സ് 3 Pro ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആപ്പിൾ എയർപോഡ്സ് 3 Proന്റെ ഏറ്റവും വലിയ ഫീച്ചറിലേക്ക് ഒന്നായിട്ട് വരുമ്പോൾ അതിന് കുറച്ചും കൂടി ഹിയറിംഗ് എയ്ഡ് ആയിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റും. അത് എയർപോഡ്സ് Pro 2 പറ്റുമായിരുന്നു. എന്നാൽ 3ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. പിന്നീട് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ആപ്പിൾ ഒരു പുതിയ ഫീച്ചർ അതിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ലൈവ് ട്രാൻസ്ലേഷൻ വേറെ നാടുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് നമ്മുടെ ലാംഗ്വേജിലേക്ക് അത് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളെ കേൾപ്പിക്കുകയാണ്. ആപ്പിൾ എയർപോഡ്സ് 3 Proന്റെ മെയിൻ ഒരു ഫീച്ചർ പറയുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു ഹെഡ്സെറ്റിൻ്റെ അകത്ത് ഹാർട്ട് ബീറ്റ് സെൻസർ കൊണ്ടുവന്നിരിക്കുകയാണ് ആപ്പിളിന്റെ ഹെഡ്സെറ്റിൽ അവർ ആദ്യമായി തന്നെ അവർ ഹാർട്ട് ബീറ്റ് സെൻസർ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 50+ വർക്കൗട്ട്സ് നമുക്ക് ഈ എയർപോഡ്സ് 3 Pro ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. എയർപോഡ്സ് 3 Proന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വർക്കൗട്ട് ബഡി, അത് WWDC 2025 ഇൻട്രൊഡ്യൂസ് ചെയ്ത വർക്കൗട്ട് ബഡി എന്നീ ഫീച്ചേഴ്സ് ഒക്കെ ഈ എയർപോഡ്സിലെല്ലാം സപ്പോർട്ട് ചെയ്യും. കുറച്ചും കൂടി നോയ്സ് ക്യാൻസലേഷൻ കൂടിയും ആപ്പിൾ അവകാശപ്പെടുന്നത് 2 times ബെറ്റർ നോയ്സ് ക്യാൻസലേഷൻ ദാൻ Pro 2 എന്നാണ് ആപ്പിൾ പറയുന്നത്. വേൾഡ്സ് ബെസ്റ്റ് ANC എന്നൊക്കെ അവർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ആപ്പിൾ ഇവന്റിലെ മെയിൻ ഫീച്ചേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.